Welcome to Ishwa Talkies. ഹലോ, കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇന്നൊരു ഇഫ്താർ പാർട്ടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഒരു നോർമൽ ബീഫ് കട്ട്ലേറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു സ്പെഷ്യൽ ഡേ ആണെന്ന്. അത് മറ്റൊന്നല്ല, ഇന്നത്തെ ഇഫ്താർ പാർട്ടി നടത്തുന്നത് ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട് സർക്കിളിൽ ഉള്ളവരാണ് നടത്തുന്നത്. അപ്പോൾ ബീഫ് കട്ട്ലേറ്റിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണം. അപ്പോൾ ഉച്ചയുടെ മുമ്പ് തന്നെ കിച്ചണിൽ കയറിയിട്ട് അതിൻ്റെ പണികളെല്ലാം ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 100 പേരുടെ ഇഫ്താർ പാർട്ടിയാണ് ഇട്ടുള്ളത്. അപ്പോൾ എല്ലാ ഫുഡും ഹോം മെയ്ഡാണ്. അപ്പോൾ എല്ലാവരും ഓരോ മെയിൻ ഫുഡും സ്നാക്സും അങ്ങനെ ഏറ്റെടുത്തിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയത് ബീഫ് കട്ട്ലേറ്റാണ്. അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ വഴണ്ടതിന് ശേഷം ഞാൻ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പൊക്കെ ഇട്ട് വേവിച്ച ബീഫും അതുപോലെ തന്നെ പൊട്ടാറ്റോ അതിലേക്കിട്ട് മസാലക്കൂട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാ കട്ട്ലേറ്റും ഷേപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 എഗ്ഗ് കുറച്ച് ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇങ്ങനെ ഓരോന്നും എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഈ ഒരു പാർട്ടിക്ക് നമ്മൾ കുറച്ച് ദിവസമായിട്ടോ എല്ലാവരും ഭയങ്കര പ്രിപ്പറേഷനിലായിരുന്നു. ഓരോ ഡിസ്കഷനും ഓരോ ഫുഡ് ഐറ്റംസ് സെലക്ട് ചെയ്യലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ കട്ട്ലേറ്റും ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യാണ്. ഇപ്പോൾ ഏകദേശം ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഈവനിങ് ആകുമ്പോൾ തന്നെ നമ്മൾ പുറത്ത് ഒരു പാർക്കിൽ വെച്ചിട്ടാണ്, പബ്ലിക് പാർക്കിൽ വെച്ചിട്ടാണ് നോമ്പ് തുറ. അപ്പോൾ അങ്ങോട്ടേക്ക് എത്തണം. അപ്പോൾ ആ കട്ട്ലേറ്റൊക്കെ ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കട്ട്ലേറ്റും ഫ്രൈ ചെയ്തിട്ട് ഞാനൊരു കാസറോളാക്കിയിട്ട് പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ അവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് പേരൊക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യൽ, ഫ്രൂട്ട് ജ്യൂസ് എടുക്കലൊക്കെ അവിടെ വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. അവർ വന്നിട്ട് ചെറിയൊരു സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു. ആൻറ്റി ഡ്രഗ് സിഗ്നേച്ചർ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അവിടെ വന്നവരെല്ലാം ബോർഡിൽ സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ചിട്ടും അതുപോലെ ഇന്നത്തെ ഇഫ്താർ പാർട്ടിനെ കുറിച്ചിട്ടും അങ്ങനെ കുറച്ച് സംസാരിച്ച്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പ്ലേറ്റൊക്കെ സെറ്റ് ചെയ്യാണ്. അങ്ങനെ പ്ലേറ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് സ്നാക്സും എല്ലാം ഹോം മെയ്ഡ് ഫുഡാണ്. അപ്പോൾ ഇതാ ബാങ്ക് കൊടുക്കാനായി എല്ലാവരും ഇരുന്ന്. അൽഹംദുലില്ലാ ബാങ്ക് വിളിച്ച്. അപ്പോൾ എല്ലാവരും നോമ്പ് തുറന്ന്. പിന്നെ നോമ്പ് തുറന്നിട്ട് എല്ലാവരും പ്രയറൊക്കെ ചെയ്ത്
മെയിൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ മെയിൻ ഫുഡിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ ഇതുണ്ടാക്കിയ നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവർ പല സ്ഥലത്തുള്ളവരാണ്, പല ജില്ലക്കാരാണ്. അപ്പോൾ അവരുടേതായ ഓരോ സ്പെഷ്യലും ഒക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടാൽ തന്നെ നമ്മളുടെ മനസ്സ് വയറൊന്നറിയും, അത്ര അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാ എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിൽ എവിടെ തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ ഓരോരുത്തരുടെ ആവശ്യമുള്ള ഫുഡൊക്കെ എടുത്തിട്ട് ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഞാനും എനിക്ക് ആവശ്യമുള്ള കുറച്ച് ഫുഡ് എടുത്തിട്ടുണ്ട്. റൈസും കുത്തിപ്പത്തിരിയും ചിക്കനും ബീഫൊക്കെ ആയിട്ട്. അപ്പോൾ മാഷാ അല്ലാ നമ്മളെ പ്രോഗ്രാം ഓൾമോസ്റ്റ് കഴിഞ്ഞ്. ഞാൻ പറഞ്ഞില്ല നമ്മളുടെ സൈൻ ബോർഡൊക്കെ ഫില്ലായി. അപ്പോൾ ഇതാ ഒരുവിധം എല്ലാവരും പോയി. ഇനി നമ്മൾ കുറച്ച് പേരെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കുറേ ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.